അടുത്തയാള് ഒന്ന് മാറണേ, ഒന്ന് മാറിയേ. ശിവരാമ? ഉവ്വ, ശിവരാമൻ തന്നെ. ലോഹ്യം പറയാനൊന്നും സമയമല്ല ടീച്ചറെ. വഴിപാടെന്താ വെച്ചാ പറഞ്ഞോളൂ. ഇങ്ങനെ മുഖത്തടിച്ച പോലെ പറയാൻ താൻ ആരാ ശിവരാമ? ഇവിടുത്തെ പ്രതിഷ്ഠയോ? ഒന്ന് പോടോ. ഒന്നുമില്ലേലും താൻ കണ്ടക്ടർ പണി എടുക്കുന്ന കമ്പനി തന്നെയല്ലേ എന്റെ മോൻ മാനേര് പണി എടുക്കണത്? അത് തന്നെയാ ടീച്ചറെ ഈ പറഞ്ഞത്. നേരം വൈകി ഡ്യൂട്ടിക്ക് ചെന്നാൽ ആ മോൻ തന്നെ എന്നിട്ട് ചാടിക്കണേ. അങ്ങനെ പറ, അതിലൊരു ഗുരുത്വമുണ്ട്. ശിവരാമൻ എഴുതിക്കോളൂ, ഒരു സ്വയംവര പുഷ്പാഞ്ജലി. പേര് സുധാകരൻ, നക്ഷത്രം കാർത്തിക, സ്വയംവര പുഷ്പാഞ്ജലി. ഇത് 100ാമത്തെയോ 200ാമത്തെയോ സ്വയംവര പുഷ്പാഞ്ജലിയാണല്ലോ ടീച്ചറെ. സുധാകരന്റെ സ്വയംവരത്തിന് എന്താ ഇത്രയും താമസം? അത് തന്നെ ഞാനും ആലോചിക്കണത്. വേനൽക്കാലം ആയതുകൊണ്ടാവും. മന്ത്രങ്ങളൊന്നും അങ്ങോട്ട് ഏക്കണില്ല ശിവരാമ. നീ 11 ദിവസത്തേക്കല്ലേ സോപാനം പാടാൻ പ്രാർത്ഥിച്ചത്? ഞാനത് 21 ദിവസത്തേക്ക് ഷീട്ട് കുറിപ്പിച്ചു. ഇനി പിശുക്കിന്ന് വെച്ച് ദൈവം പ്രസാദിക്കാതിരിക്കണ്ട. പൊതുവാളിനെ കാലത്ത് അമ്പലത്തിൽ കണ്ടുവല്ലോ. ഞാൻ പോവാ. കുഞ്ഞുങ്ങളില്ലാത്തതിന് അമ്പലത്തിൽ കുറച്ചു ദിവസം സോപാനം പാടിയാ മതിയെന്ന് ജാതകം നോക്കിയപ്പോ പണിക്കര് പറഞ്ഞു. ഇന്നാ തുടങ്ങിയത്. ഒരു കുഞ്ഞില്ലാത്ത ഞങ്ങളുടെ വിഷമം പാട്ട് കേട്ടിട്ടെങ്കിലും ദൈവം മനസ്സിലാക്കട്ടെ. അല്ലാതെ ഞാൻ എന്താ പറയാ? പാട്ടുപാടി ആരും കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചതായിട്ട് ചരിത്രത്തിൽ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല പങ്കജം. ബുദ്ധി ഉപയോഗിച്ച് വേറെ വല്ലതും ചെയ്യാൻ പറ. കുഞ്ഞുങ്ങളുടെ രസം കണക്കിനുണ്ടാവും. ഈ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും തമാശ. ഒരു കുഞ്ഞിന് വേണ്ട മരുന്നൊക്കെ നിങ്ങളുടെ കൈ സ്റ്റോക്ക് ഉണ്ടാവും. ഒന്ന് അറിഞ്ഞു പെരുമാറ്. ദേ തൊട്ടിലി ഞാൻ കെട്ടിത്തരാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, സഹായിക്കണേ, രക്ഷിക്കണേ. ഭാവിയിൽ എനിക്കും പാതിരാപ്പണിക്കരെ പോലെ ട്രാൻസ്പോർട്ട് കമ്പനി ഉണ്ടാക്കാനുള്ള വഴി കാട്ടിത്തരണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. അയ്യപ്പ, ശബരിമല ശാസ്താവ്, എന്റെ അമ്മയ്ക്ക് അച്ഛന് അസുഖങ്ങളൊന്നും വരുത്തരുതേ. അവരെ നല്ല നിലയിൽ എത്തിച്ചു തരണേ. മുതലാളി, എന്റെ സമസ്ത ദുഃഖങ്ങളും എന്റെ സമസ്ത സന്തോഷങ്ങളും അറിയാവുന്ന ലോകത്തിലേക വ്യക്തി മുതലാളിയാ. മുതലാളിയെ അയ്യപ്പന്റെയും ഗുരുവായൂരപ്പന്റെയും കൂടെ ഇരുത്തിയതേ മുതലാളിയെ ഞാൻ ദൈവത്തെ പോലെ കാണുന്നോണ്ടാ. മുതലാളിയും ദൈവം രക്ഷിക്കും. ഞാൻ എന്ത് സ്വപ്ന കണ്ടത് ഭഗവാനെ? ആരെപ്പ വന്ന് എന്നെ മണിയടിച്ചത്? ഓ, അവള് ഫസ്റ്റ് ഗിയറിലാ ഓടണേന്ന് തോന്നണേ. കാദംബരി, നീ ആ ഗിയർ ഒന്ന് മാറ്റി ടോപ്പിലേക്ക് തട്ട്. എനിക്ക് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാനാ. ഫസ്റ്റ് ഗിയറിൽ ഉറങ്ങല്ലേ എന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. മോളെ, നീ ആ ഗിയർ ഒന്ന് മാറ്റ്. ഇതാരത്? ഓ, എന്റെ അമ്മേ.